നിലവിലെ സാഹചര്യത്തിൽ ISLുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ടും അവരുടെ ട്രാൻസ്ഫർ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടും നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇങ്ങനെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ കേൾക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഇങ്ങനെ ചില ഡൗട്ടുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ നീക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്ന തരത്തിൽ ആരാധകർക്ക് സംശയമുണ്ടാകാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ ഇന്നലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുവാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പുതിയൊരു ഓഫർ നൽകിയിട്ടുണ്ട് എന്നും ഫാലു വേണ്ടി എന്ന് പറയുന്ന താരത്തിനെ നിലനിർത്തുവാൻ വേണ്ടിയും ബ്ലാസ്റ്റേഴ്സ് നീക്കങ്ങൾ നടത്തുന്നു എന്ന തരത്തിലും വാർത്തകൾ ഇന്നലെ പുറത്തേക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വാർത്ത നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ആരാധകൻ മാർക്കസ് മൃഗലാവോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ റൂമറുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഒന്നും തന്നെ തനിക്ക് അറിയത്തില്ല എന്ന തരത്തിലായിരുന്നു. അതായത് മാർക്കസിനെ പോലെ ഒരു പ്രസിദ്ധ സ്പോർട്സ് ജേർണലിസ്റ്റ് ഈ ഒരു കാര്യം വ്യക്തമാകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ മാത്രം ഇപ്പോഴും ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് കൃത്യമായിട്ട് നിലവിൽ യൂസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ മാറ്റങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. എങ്കിൽ പോലും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണിൽ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന ഒരു കോച്ചിൻ്റെ കീഴിൽ വളരെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണിൽ അവസാന ഘട്ടത്തിലേക്ക് ആയപ്പോൾ കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ അതിനാൽ തന്നെ നിലവിലുള്ളൊരു കോച്ചിങ് യൂണിറ്റിനെ നിലനിർത്തുവാനും ഒപ്പം നേരിയ മാറ്റങ്ങൾ ടീമിലേക്ക്, അതായത് വിദേശ താരങ്ങളുടെ ലെവലിലോ അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളുടെ ലെവലിലോ നേരിയ മാറ്റങ്ങൾ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്റ്റീവ് അല്ല എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് തങ്ങളുടെ നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സംഭവിച്ച് ഒരു മികച്ച ടീമിനെ തന്നെ വരുവാനായിട്ട് പോകുന്ന ISL സീസണ് മുൻപായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.